പോണ്ടിച്ചേരി സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ. ഇന്ന് നമ്മൾ പോകുന്നത് പോണ്ടിച്ചേരിയിലേക്ക് തന്നെയാണ് കേട്ടോ. തിണ്ടിവനത്തിലോട്ട് ജോലി കിട്ടിയിട്ട് ഞാൻ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പോണ്ടിച്ചേരി വിസിറ്റ് ചെയ്യണമെന്ന്. ഞാൻ ഏറ്റവും കൂടുതലും കാണണമെന്ന് വിചാരിച്ച് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ പോണ്ടിച്ചേരി. സത്യം പറഞ്ഞാൽ അത് നേരിട്ട് കണ്ടപ്പോൾ ഐ വാസ് സോ ഹാപ്പി. പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ എല്ലാ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നമ്മുടെ കുഞ്ഞുഞ്ഞാച്ചായനെയും അതുപോലെ തന്നെ കമലച്ചേട്ടത്തിയൊക്കെയാണ് അല്ലെ. യെസ്, വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആൻഡ് എവർഗ്രീൻ മലയാളം ഫിലിം സ്വപ്നക്കൂട്. അത് ഷൂട്ട് ചെയ്തത് നമ്മുടെ സ്വന്തം പോണ്ടിച്ചേരി വെച്ചിട്ട് തന്നെയാണ്. നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും അതുപോലെ തന്നെ കപ്പിൾസും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് പോണ്ടിച്ചേരി. ഞാൻ എന്തായാലും പോണ്ടിച്ചേരി കാണാൻ പോയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അതുപോലെ തന്നെ ക്രൈം പാർട്ട്ണറും കൂടെ ആയിട്ടുള്ള ജിനുവിന്റെ കൂടെയാണ്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചർച്ചാണ്. ഈ ചർച്ച് നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്വപ്നക്കൂട് ഫിലിമിലെ ഒരു സോങ് സീൻ ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, ഫ്രഞ്ച് കോളനി, വൈറ്റ് ടൗൺ, അതുപോലെ തന്നെ ബീച്ച് സൈഡ്, ഇവിടെ വെച്ചിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഫിലിമിന്റെ മോസ്റ്റ് ഓഫ് ദി സീൻസും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാല് ഈ ഒരു സ്ട്രീറ്റിന്റെ എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു സ്ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒത്തിരി അധികം കഫേ കോർണേഴ്സ് കൂടെ ഉണ്ട് കേട്ടോ. മാത്രമല്ല ആർട്ട് ഗാലറീസ്, മ്യൂസിയംസ് തുടങ്ങി ഹിസ്റ്ററീസിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിറ്റി കൂടെയാണ് പോണ്ടിച്ചേരി. ഒരുപാട് ചുറ്റി നടന്ന് കാണാനുള്ളത് കൊണ്ട് തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൈക്കിൾസും സ്കൂട്ടീസും ഒക്കെ റെന്റ് എടുക്കാനുള്ള ഓപ്ഷനും ഇവിടെ. വിശേഷങ്ങള് ഈ വീഡിയോയിലൂടെ ഒന്നും തീരില്ല, അതുകൊണ്ട് അടുത്ത വീഡിയോ പുറകെ വരുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഞാൻ പോട്ടെ.